നമസ്കാരം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വതന്ത്രം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വതന്ത്രത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന ദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. നാം ഈ ദിനം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും തമ്മിൽ പ്രകടമാകുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവിതത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 മുതൽ 2024 വരെ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കേറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യ കുതിക്കുന്നു. മംഗല്യാൻ, ചന്ദ്രയാൻ, ആദിത്യ L1 ഇതെല്ലാം ഇതിന്റെ നേർക്കാഴ്ചയായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണനയുടെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതെയാകുന്നു. കൊലപാതകം, കൊല്ലവെപ്പ്, സ്ത്രീ പീഡനം, സ്ത്രീധന മരണങ്ങൾ എന്നിവയെല്ലാം തീർക്കഥയാകുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് ചെറിയൊരു വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ആഗോളിയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ യുവാവിനു വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു. ഇന്ന് ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്ന വാക്യം ഹൃദയത്തിൽ തട്ടി പറയാൻ എനിക്ക് സാധിക്കണം. അധിനിവേശത്തിന്റെ കാഴ്ചകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിയമിക്കപ്പെട്ട ഭരണമെന്ന വ്യവസ്ഥയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായി ഇന്ത്യ മാറിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ഭാരതത്തോടുള്ള സ്നേഹവും വികാരങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. രാഷ്ട്രീയത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാം. നേടിയ നേട്ടങ്ങൾ 10 മടങ്ങോടെ തുടരട്ടെ. ഇന്ത്യ ജൈത്രയാത്ര തുടരട്ടെ. നന്ദി.